അപ്പുവിൻ്റെയും മാളുവിൻ്റെയും തിക് ഫ്രണ്ട്ഷിപ്പിനെ മറ്റു കുട്ടികൾ മോശമായൊരർത്ഥത്തിലാണ് കണ്ടത്. അവരെപ്പോഴും ഒരുമിച്ചാവുമല്ലോ. അങ്ങനെ എപ്പോഴും എവിടെയും ഒരുമിച്ച് നടക്കുന്ന രണ്ട് പെൺകുട്ടികളെ കളിയാക്കാൻ കൂട്ടുകാർ ആ ബന്ധത്തിന് മറ്റൊരു കളർ കൊടുക്കുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ സ്വർഗ അനുരാഗമെന്നോ ലെസ്ബിയൻസ് എന്നോ. മുരളിയേട്ടാ, ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട, വിശപ്പില്ല. എല്ലാവരും ഇങ്ങനെ തുടങ്ങിയ കഷ്ടമുണ്ട് മുരളിയേട്ടാ. നമ്മുടെ ഭാഗത്തുനിന്നും കുറച്ചൊക്കെ വിട്ടുവീഴ്ചയാവാം. ഞാൻ കുറ്റപ്പെടുത്തിയൊന്നുമല്ല. എന്നാലും മാളുവിന്റെ കാര്യം അങ്ങനെ ആയിരുന്നോ ഡീൽ ചെയ്യണ്ടേന്ന് എനിക്കൊരു സംശയമുണ്ട്. മാളു വല്ലാതെ മാറിപ്പോയി അശ്വതി. തനിക്ക് തോന്നുന്നില്ലേ? ഇതിനു മുൻപും അവളും ഞാനുമായിട്ട് പിണങ്ങിയിട്ടുണ്ട്, വഴക്കിട്ടിട്ടുണ്ട്, വളരെ അപൂർവമായിട്ട് തല്ലിയിട്ടുമുണ്ട്. അതൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ തർക്കിക്കുന്നതും തല്ലുകൂടുന്നതുമൊക്കെ അപ്പുവിനു വേണ്ടിയാ. അപ്പുവിനു വേണ്ടി മാത്രം. അരുണുമായിട്ടുള്ള റിലേഷൻ അവൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായതുപോലും ആ ഒരൊറ്റ കാരണത്തിനു വേണ്ടിയാ. എന്താ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആണായി ജീവിക്കാൻ തയ്യാറാകുന്ന ഒരു പെണ്ണിനെ അവൾ മറ്റാരേക്കാളും കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പേടിക്കേണ്ടതായി എന്തോ ഉണ്ടെന്നല്ലേ അശ്വതി? നോ, അത് മുരളിയേട്ടന്റെ പേടി കൊണ്ട് തോന്നുന്നതാ. ഒരിക്കലും യാഥാർത്ഥ്യം അങ്ങനെ ആവില്ല. ഓർമ്മ വെച്ച നാളു മുതല് അപ്പു അവളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ മുരളിയേട്ടാ? അവക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിയുമ്പോ, അവളെ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തുമ്പോ, കുറ്റപ്പെടുത്തുമ്പോ മാളൂനെ ഒന്നും സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് അവൾ അപ്പുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റുള്ളവരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. അങ്ങനൊരു നിലപാടാണ് മാളു ഇപ്പൊ എടുത്തിരിക്കുന്നത്. എനിക്കങ്ങനെയാ തോന്നുന്നത്. സമ്മതിച്ചു. ഇനിയിപ്പോ സത്യം അതാണെങ്കിലും മറ്റുള്ളവരതിനെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ അശ്വതി. നമ്മൾ നമ്മുടെ മോളെ വിശ്വസിക്കുന്നത് പോലെ മറ്റുള്ളവർ വിശ്വസിക്കണമെന്നില്ലല്ലോ. സൊസൈറ്റി എപ്പോഴും നിന്റെ അമ്മയെപ്പോലുള്ളവരുടെ കണ്ണടയിൽ കൂടിയേ കാര്യങ്ങൾ നോക്കി കാണുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ മാളുവിൻ്റെ അപ്പുവിൻ്റെ ഈ ഫ്രണ്ട്ഷിപ്പ് ആരും ആ സ്പിരിറ്റിൽ എടുക്കണമെന്നില്ല. മറ്റു പലതരത്തിലും അത് വ്യാഖ്യാനിക്കപ്പെടും. അത് നമ്മുടെ മോളുടെ ഭാവിയെ സാരമായി ബാധിക്കുകയും ചെയ്യും. അതൊക്കെ ഞാനും അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ അവരെ തമ്മിൽ തല്ലിപ്പിരിക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? അതിന് ശ്രമിക്കുന്നത് പോലും ഒരു തരത്തില് നമ്മൾ കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതയാണ്. അത് മാത്രമല്ല, നമ്മൾ ശ്രമിക്കും തോറും അവളുടെ ദേഷ്യവും വാശിയും കൂടുകയുള്ളൂ. പിന്നെ എന്താ നമുക്ക് മുന്നിലുള്ളൊരു വഴി? നീ അത് പറ. വഴി ഞാൻ പറയാം മുരളി. എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ കൊച്ചിനെയും കൊണ്ട് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് മാറണം. വിപിയുടെ മോളുടെ കണ്ണെത്താത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. കുറച്ചുനാൾ തമ്മിൽ കാണാതിരുന്ന അവര് തമ്മിലുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ താനേ അങ്ങ് കുറഞ്ഞോളും. ഇവിടുന്ന് മാറാനോ? അമ്മ എന്തേ പറയുന്നേ? അപ്പൊ മാളുവിന്റെ പഠിപ്പ്, എന്റെ ജോലി, മുരളിയേട്ടന്റെ ബിസിനസ്, ഈ വീട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? എടി മോളെ, നീ ഈ പറഞ്ഞ എന്ത് കാര്യം വേണമെങ്കിലും വേറെ ഏത് നാട്ടിൽ ചെന്നാലും നമുക്ക് ഒന്നേന്ന് തുടങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷെ അതുപോലെയല്ല അവനവന്റെ മാനവും അന്തസ്സും പോയാ. അതൊരിക്കൽ പോയാ പിന്നെ ജീവിതകാലം മുഴുവൻ അത് കുറവായി തന്നെ ഇരിക്കും. ഇപ്പൊ നീറി തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ആളി കത്തുന്നതിന് മുമ്പ് സ്ഥലം ഒഴിവാകുന്നത് തന്നെയാ ബുദ്ധി. ഇപ്പൊ തന്നെ നിനക്ക് അന്യനാട്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ വന്നാ നീ അതുമായിട്ട് പൊരുത്തപ്പെടില്ലേ? അതുപോലെ ഒരു കാരണം പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകുന്നു. കണ്ണെത്താത്തടുത്ത് മനസ്സെത്തില്ല. അതോടെ മാളുവിന്റെ മനസ്സിന്ന് ആ പെങ്കൊച്ചങ്ങ് പൊക്കോളും. അതല്ലാതെ ഇവിടെ കടിച്ചു തൂങ്ങിക്കിടന്നിട്ട് രണ്ടിനെയും തമ്മിൽ പിരിക്കാൻ നോക്കിയാ അത് നടപ്പുവശമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അകലുന്നതിന് പകരം അത് അടുക്കാനേ ഉപകരിക്കൂ. പറയാനുള്ളത് ഞാൻ പറഞ്ഞു.
ഇനി എന്തു വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. എന്താ ആലോചിക്കുന്നേ? അല്ല, അമ്മ പറഞ്ഞ വഴി ഞാൻ ചിന്തിച്ചതാ. നടക്കുന്ന കാര്യം വല്ലതും ആലോചിക്ക.